ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം, ദശകം 44. നാമകരണവും ജാതകഫല കഥനവും. ജ്യോതിശാസ്ത്ര വിശാരദനായുള്ളോരാഗർഗമുനി വാസുദേവ രഹസ്യമായി പറഞ്ഞതിനാൽ ആനന്ദമാം നാമമുള്ള അവിടേക്കു പേരു നൽകാൻ അന്നൊരിക്കലവിടുത്തെ ഗൃഹത്തിലെത്തി. നന്ദഗോപൻ സന്തുഷ്ടനായി മുനിയെ നമസ്കരിച്ചു. നാമകരണത്തിനായി തയ്യാറെടുത്തു. ചടങ്ങുകൾ തുടങ്ങുവാൻ ഗർഗമുനിയോടു മെല്ലെ ചിരിതൂകി അഭ്യർത്ഥിച്ചു നന്ദഗോപനും. യാദവകുലം തന്നൂടെ ആചാര്യനായതോ മൂലം നാമസംസ്കാര കർമ്മത്തെ ശുദ്ധമാക്കണം. ഗർഗമുനി ചൊല്ലി മന്ദം രോമാഞ്ചമണിഞ്ഞുകൊണ്ടു ഉണ്ണികൾ തൻ കാതിൽ മെല്ലെ പേരു വിളിച്ചു. സഹസ്രനാമിയോ അതോ ആനന്ദനാമിയോ ആയ സഹസ്രസൂര്യസമനം ഉണ്ണിക്കുട്ടനെ എന്തു ഞാനും വിളിക്കേണ്ടു എന്നതോർത്തു മാമുനിയും ഏകാന്തത്തിൽ പേരു വിളി നിർവഹിച്ചല്ലോ. സത്താനന്ദ സ്വരൂപത്തെ കാണിക്കുന്ന നാമമായ കൃഷ്ണനെന്നു വിളിച്ചല്ലോ ഗർഗമാമുനി. ലോകത്തിൻ്റെ പാപങ്ങളെ നശിപ്പിക്കുന്നവനാണ് കൃഷ്ണൻ എന്ന നാമത്തിൻ്റെ മറ്റൊരർത്ഥം. കുട്ടനേകി പലവിധ നാമവിശേഷണങ്ങളും ഏട്ടനേകി രാമാദിയം നാമങ്ങളെയും. ഈശ്വരനാണെന്ന് സത്യം പറഞ്ഞില്ല ഗർഗമുനി, മാനവർക്കും ഉപരിയാണെന്നു ചൊല്ലിനാൻ. ഗർഗമുനി നന്ദഗോപനോടു ചൊല്ലി സവിസ്താരം, കൃഷ്ണനെ സ്നേഹിക്കുന്നവൻ മായയ്ക്കതീതൻ. കൃഷ്ണനെ വെറുത്തുവെന്നാൽ എത്രയും കേമനെങ്കിലും നശിച്ചിടുമെന്നതിലോ ഇല്ല സംശയം. ഉണ്ണിക്കണ്ണൻ നിരവധി അസുരരെ ജയിച്ചിടും. ഇഷ്ടജനത്തെ ദുഃഖത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും. അത്യന്ത നിർമ്മലമായ കീർത്തികളെ അങ്ങു കേൾക്കും. ഭഗവാന്റെ മഹിമകൾ മുനി പറഞ്ഞു. ഉണ്ണി മൂലം ബുദ്ധിമുട്ടു തരണം ചെയ്തിടും നിങ്ങൾ. ഉണ്ണിയെ ആദരവോടെ വളർത്തിയിടേണം. ശ്രീഹരിയാണുണ്ണിയെന്നു തുറന്നു പറഞ്ഞിടാതെ ഗർഗമുനി ഭഗവാനെ പറ്റി വർണ്ണിച്ചു. ഗർഗമുനി യാത്രയായി ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സന്തുഷ്ടരായി നന്ദഗോപ യശോദാദികൾ. അവരെല്ലാം ഓമനിക്കും കരുണാമായ നാം ദേവാ, എൻ്റെ രോഗം അതിവേഗം മാറ്റിത്തരണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.